ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പേളും കൊണ്ട് എങ്ങനെയാണ് വെറൈറ്റി ആയിട്ട് ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഹെയർ ബാൻഡ് മേക്കിംഗ് ഒക്കെ ഇഷ്ടമായിട്ടുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ പേളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പേൾ കളറുള്ള പേള എടുത്താണ്. പ്യുവർ വൈറ്റ് അല്ല, ഒരു ക്രീമിഷ് അല്ലാത്തൊരു പേളിൻ്റെ കളറുള്ളത്. പിന്നെ അത് ഒത്തിരി വലുതല്ല, ഒരു മീഡിയത്തെക്കാളും കുറച്ച് വലുതായിട്ടുള്ളത്. പിന്നെ വയറ്, പിന്നെ വേണ്ടത് പെപ്സ്, പിന്നെ ഈ ഹെയർ ബാൻഡ്. ഈ പേളിന് ഏകദേശം ഒരു സ്ട്രെങ്ത്തായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 30 രൂപ അങ്ങനെ വരും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വലിയ മാല വാങ്ങിച്ചിട്ട് യുണീക്കായിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഓരോ പേളും ഈ വയറ് വെച്ച് പിരിച്ചെടുക്കണം. നല്ല ഭംഗിയായിട്ട് ഇച്ചിരി അത് കറക്റ്റായിട്ട് നടുക്ക് വേണം അത് പിരിച്ചെടുക്കാൻ, എന്നാലും അതിൻ്റെ ഭംഗി വരുള്ളൂ. ആദ്യം ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ശരിയായിട്ട് കിട്ടുമൊന്നുമില്ല. 1-2 പ്രാവശ്യം ചെയ്ത് നോക്കിയാലാണ് ശരിയാവുള്ളൂ. നമുക്ക് കാണുമ്പോൾ എപ്പോഴും വിചാരിക്കും എല്ലാം നല്ല എളുപ്പമാണെന്ന് വിചാരിക്കും. പക്ഷെ അത് 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴാണ് അത് നമുക്ക് നമ്മുടെ കൈക്ക് വഴങ്ങി വരുള്ളൂ. അങ്ങനെ ഒരു 12 അല്ലെങ്കിൽ 14 നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. പിന്നെ വേണ്ടത് പെപ്സാണ്, ഗോൾഡൻ കളർ പെപ്സ്. ഞാനിപ്പോൾ ഈ ക്രീമിന് ചേർന്നത് ഗോൾഡൻ കളറായതുകൊണ്ട് അതെടുത്തു. വൈറ്റ് ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുക്കാം, ചുമപ്പയോ എന്ത് വേണമെങ്കിലും. അല്ലെങ്കിൽ ഇതിപ്പോൾ അതെടുത്തില്ലാന്നെങ്കിലും ഭംഗിയുണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഹെയർ ബാൻഡ്, ഞാനിതിൻ്റെ ഫുള്ള് നമുക്ക് വയ്ക്കണമെങ്കിൽ ഫുള്ള് ഈ ഒരു അറ്റത്ത് മുതൽ ഒരു അറ്റം വരെ വയ്ക്കാം. ഞാൻ ഇതിൻ്റെ ഹാഫാണ് വെക്കണത്. ഹാഫായിട്ട് വെക്കുമ്പോഴാണ് എനിക്ക് ഭംഗി കൂടുതൽ തോന്നിയേക്കണത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മളിത് വെക്കണത്. ഒരു പെപ്സാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു പെപ്സ് എടുത്താലാണ് നമ്മുടെ പേള് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. 2 പെപ്സ് എടുത്തു കഴിഞ്ഞാൽ പേള് അതിൻ്റെ ഇടയിൽ കാണൂല. പിന്നെ ഞാൻ ഇതിനെടുത്തേക്കണ ടേപ്പ് എടുത്തേക്കണത് ബ്രൗൺ കളറാണ്. കാരണം വെച്ചാൽ ഈ ഹെയർ ബാൻഡ് ബ്ലാക്ക് ആയതുകൊണ്ട് ബ്രൗൺ കളറായിട്ടുള്ള ടേപ്പാണ് ഇതിനെടുത്തേക്കണത്. ആദ്യം പെപ്സ് വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം 2 പേള് വീതം വെച്ച് പെപ്സ് എടുത്തു കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി ടൈറ്റ് ചെയ്യണം. അവിടെ ഒന്ന് നല്ല അത്യാവശ്യം ടൈറ്റ് ചെയ്ത്, പിന്നെ അതിൻ്റെ പെപ്സിൻ്റെ കമ്പി നീണ്ടു നിൽക്കുന്നത് ഇച്ചിരി അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അവിടെ ഇച്ചിരി തടിച്ച് നിൽക്കും. എപ്പോഴും നമ്മൾ ഹെയർ ബാൻഡോ എന്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരു ഫിനിഷിങ് അവിടെ ഇവിടെ അതിൻ്റെ ഇതൊന്നും കാണാൻ പാടില്ല, എന്നാലാണ് അതിന് മൊത്തം നമുക്കൊരു ഭംഗി തോന്നുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് ചെയ്യാം, പക്ഷെ ഗ്ലൂ ഗൺ അത്ര സേഫ്റ്റി ആയിരിക്കില്ല. എപ്പോഴാണത് വിട്ടു പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 2 പേള് ആദ്യം വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്ക് വഴക്കമില്ല, പിന്നെ കറക്റ്റായിട്ട് ഇരിക്കില്ല, അങ്ങനെയൊക്കെ തോന്നും. ആദ്യം ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് 2 ടൈറ്റ് ചെയ്തിട്ട് 2 വേണമെങ്കിൽ ചേർത്ത് ടൈറ്റ് ചെയ്യാം. ഒന്ന് പിരിക്കാം. പിരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ 2 ഒന്ന് സേഫ്റ്റായിട്ട് ഇരുന്നോളും. എന്നിട്ട് ഒന്ന് വെച്ചേച്ച് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ടേപ്പ് വെച്ച് ചുറ്റി പോരണം. അങ്ങനെ പോന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ ശരിയായിക്കോളും. അത് ഇങ്ങനെ ചുറ്റി പോന്നു കഴിയുമ്പോൾ ഓക്കെ. അത് കഴിഞ്ഞ് അടുത്തതൊരു പെപ്സ് വയ്ക്കുക, അടുത്തതൊരു പേള് വയ്ക്കുക. അങ്ങനെ വെച്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് 12 വയ്ക്കാം, 12 എണ്ണം വയ്ക്കാം, 14 എണ്ണം വയ്ക്കാം, എത്ര വേണമെങ്കിലും വയ്ക്കാം നമുക്കുടെ ഇഷ്ടം അനുസരിച്ച്.
ഏറ്റവും അവസാനത്തെ ഇതിപ്പോൾ ഞാനൊരു ഏകദേശം 16 പേള് വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം വെക്കുന്ന പെപ്സ് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അവിടെ നമ്മൾ ഇച്ചിരി നന്നായിട്ട് തന്നെ ടേപ്പ് ചുറ്റി കൊടുക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഈ കമ്പികളൊക്കെ കൂടി അവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ വെക്കുമ്പോൾ കുട്ടികളുടെ അവിടെ ചെവിയിലേക്ക് ചിലപ്പോൾ വേദന എടുക്കാം. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇച്ചിരി കൂടുതൽ ടേപ്പ് നമ്മളവിടെ ചുറ്റണം. പിന്നെ നോക്കുമ്പോൾ അറിയുകയും ചെയ്യരുത് ഈ ഇതിൻ്റെ കമ്പികൾ അവിടെ ഉണ്ടെന്നോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നോ ഒന്നും നമുക്ക് അറിയരുത്. അതിന് കഴിഞ്ഞാൽ അത്ര ഒരു ഭംഗി നമുക്ക് തോന്നും. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൂടുതൽ ടേപ്പ് ചുറ്റി വെച്ച് അവിടെ ഗം വയ്ക്കണം. അല്ലെങ്കിൽ ഈ ടേപ്പുമ്പോൾ ഒരു ഇതുണ്ടെങ്കിലും ചെറുതായിട്ടൊരു ഗം ഉണ്ടെങ്കിലും അത് ഇങ്ങോട്ട് പോരും, ടേപ്പ് ഇങ്ങോട്ട് വിട്ടു പോരും. അപ്പോൾ അത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫെവിഗം ഇച്ചിരി വെച്ച് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പം ഏകദേശം നമ്മുടെ ഹെയർ ബാൻഡ് ഇപ്പോൾ ഫിനിഷിങ്ങായി. നമ്മുടെ ഇതനുസരിച്ച് അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഈ ഹെയർ ബാൻഡ് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഇതുപോലത്തെയുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.